ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചട്നിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമ്മളെ വീഡിയോ കൂടെ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചട്നിയാണ്. അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാനാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സാക്കുന്ന രൂപത്തിൽ ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 6 പീസാണ് ഞാനിവിടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയാണ്. സവാള ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വെന്ത് വരുന്ന വരയ്ക്കും നമ്മളിത് നല്ല മിക്സാക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലിട്ട് കൊടുക്കാൻ പോണത് ഒരു വറമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം കൂടി എടുക്കാം, എരിവിനനുസരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലൊന്ന് നമ്മളിവിടെ മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാനിത് നല്ല വെന്ത് വരുന്ന വരയ്ക്കും ഞാനിത് നല്ല ഒരു ഹൈ ഫ്ലെയിമില്ലാണ്ട് ലോ ഫ്ലെയിമില്ലാണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുത്തോളി. പിന്നെ ഞാൻ നല്ല വെന്ത് വരണം. നിങ്ങൾക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എക്സ്ട്രാ എടുത്തോളി. വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ചെടുത്തോളി. പിന്നെ ഞാനിത് തണുക്കാൻ വെച്ചതിൻ്റെ ശേഷം അധികമൊന്നും തണുക്കാൻ വെച്ചിട്ടില്ല, കുറച്ച് നേരം മാത്രം. പിന്നെ ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് താളിച്ചാണ് ഒഴിക്കുന്നത്. എല്ലാ ചട്നിയും താളിച്ച് ഒഴിക്കണം പോലെ തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യൂ. അടുത്ത എന്ത് വീഡിയോ ഇടണം കമൻറ്റ് കൂടെ പറയൂ.